യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ.എം. അഭിജിത്ത്, വിഷ്ണു സുനിൽ എന്നിവർക്ക് വേണ്ടി എ ഗ്രൂപ്പ് രംഗത്തെത്തിയിരിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് ഹൈക്കമാൻഡിന് ഇവർ കത്തയച്ചിരിക്കുന്നു. ചാണ്ടി ഉമ്മൻ പക്ഷത്തെ 27 സംസ്ഥാന ഭാരവാഹികളാണ് ദേശീയ നേതൃത്വത്തിന് കത്തയച്ചത്. എന്തായാലും സുപ്രധാന നീക്കമാണ് ഈ വിവാദത്തിനിടയിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി നടക്കുന്നത്. എ ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിക്കുന്നത് അഭിജിത്തിന് വേണ്ടിയാണ്. അതേസമയം അബിൻ വർക്കിക്ക് വേണ്ടി മറുവിഭാഗമുണ്ട്. ഇതിനപ്പുറം വനിതാ നേതൃത്വം വരുമോ, അതല്ലെങ്കിൽ ബിനു ചുള്ളിയിൽ പോലെ കെ.സി. വേണുഗോപാലിന് താല്പര്യമുള്ള മറ്റുള്ളവർ വരുമോ? ഇങ്ങനെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇതിനിടയിലാണ് എ ഗ്രൂപ്പിന്റെ അവകാശവാദം ഉണ്ടായിരിക്കുന്നത്. ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, എ ഗ്രൂപ്പ് സ്വാഭാവികമായ നീക്കമാണ്. കാരണം കെ.എം. അഭിജിത്തിനെ നേരത്തെ തഴയപ്പെട്ടതാണ് എന്ന ന്യായമാണ് അവർക്ക് മുന്നിൽ വെക്കാനുള്ളത്. അഭിജിത്ത് എന്ന പേരിന് തന്നെയാണോ പ്രാമുഖ്യം എ ഗ്രൂപ്പ് നൽകുന്നത്? എ ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ എന്ത് രാഷ്ട്രീയ നീക്കത്തിനാണ് ശ്രമിക്കുന്നത്? സജിത്ത്, ഈ ലൈംഗിക ആരോപണത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചതിനെ തുടർന്ന് പുതിയ നേതൃത്വത്തെ അല്ലെങ്കിൽ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ സജീവമായി തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനിടെയാണ് എ ഗ്രൂപ്പ്, അതായത് ഉമ്മൻചാണ്ടി ബ്രിഗേഡ് എന്ന് പറയുന്ന ചാണ്ടി ഉമ്മനെ അനുകൂലിക്കുന്ന 27 സംസ്ഥാന ഭാരവാഹികൾ ദേശീയ നേതൃത്വത്തിന് കത്തയച്ചിരുന്നു. അതിൽ പ്രധാനമായും ഉയർത്തിക്കാണിക്കുന്നത് വിഷ്ണു സുനിൽ പന്തളം എന്ന യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പേരാണ്. കാരണം നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളിൽ നിന്നാണ് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തത് എങ്കിൽ വിഷ്ണു സുനിൽ പന്തളത്തെ, അതായത് കൊല്ലത്തു നിന്നുള്ള രാഷ്ട്രീയ നേതാവാണ്. ഈ വിഷ്ണു സുനിലിനെ വൈസ് പ്രസിഡന്റ് ആക്കണം എന്നാണ് എ ഗ്രൂപ്പിന്റെ, അതായത് ചാണ്ടി ഉമ്മൻ വിഭാഗത്തിന്റെ അവകാശവാദം, അവരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ഇനി പുറത്തുനിന്ന് നിലവിലുള്ള സംസ്ഥാന ഭാരവാഹികളിൽ നിന്നല്ല, പുറത്തുനിന്ന് ആരെങ്കിലും ഭാരവാഹിയാക്കുന്നുണ്ടെങ്കിൽ, പ്രസിഡന്റ് ആക്കുന്നുണ്ടെങ്കിൽ കെ.എം. അഭിജിത്തിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അതിൽ പ്രധാനമായും നിലവില് അബിൻ വർക്കിക്ക് വേണ്ടിയും സജീവമായി തന്നെ ഐ ഗ്രൂപ്പ് രംഗത്തുണ്ട്. അതുകൊണ്ട് കാരണം ഈ അബിൻ വർക്കി പ്രസിഡന്റ് ആവുകയാണെങ്കിൽ സ്വാഭാവികമായും KPCC അധ്യക്ഷ പദവി അത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട, ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ്. മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ അത് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും അബിൻ വർക്കിയെ പോലെ, അതായത് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് വരുമ്പോൾ അത് സാമുദായിക സന്തുലിതാവസ്ഥ തന്നെ അതിന് ബാധിക്കും. അതുകൊണ്ടാണ് കെ.എം. അഭിജിത്തിനെ പോലെ സ്വീകാരനായിട്ടുള്ള, അതായത് പൊതു സ്വീകാരനായിട്ടുള്ള ഒരു വ്യക്തിയെ ഈ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നത്. നേരത്തെ ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് കെ.എം. അഭിജിത്തിനെ പരിഗണിക്കാത്തതിന്റെ അമർഷം പല നേതാക്കൾക്കിടയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കെ.എം. അഭിജിത്തിന് വേണ്ടി എ ഗ്രൂപ്പ് തന്നെ, അതായത് ഉമ്മൻചാണ്ടി ബ്രിഗേഡ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അവർ അതിന് പല രീതിയിലുള്ള വാദങ്ങൾ ഈ ഹൈക്കമാൻഡിന് അയച്ച കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറുവിഭാഗത്തിൽ നിന്നും മറ്റു ആരെ പരിഗണിച്ചു കഴിഞ്ഞാലും നിലവിലെ സംഘടനാ തലത്തിൽ യൂത്ത് കോൺഗ്രസിനെയും ബാധിച്ചിരിക്കുന്ന ഈ പ്രശ്നം, പ്രത്യേകിച്ചും സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗികാരോപണത്തെ ചെറുക്കാൻ അത് വലിയ രീതിയിലുള്ള ഒരു സംഘടനാ പാഠവുമുള്ള, പ്രത്യേകിച്ചും KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു കെ.എം. അഭിജിത്ത്. അത്തരത്തിൽ സംഘടനാ തലത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള, സംസ്ഥാനത്തെമ്പാടും സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് കെ.എം. അഭിജിത്ത്. അദ്ദേഹത്തെ പരിഗണിക്കണമെന്നാണ് നിലവിൽ ചാണ്ടി ഉമ്മനെ അനുകൂലിക്കുന്ന 27 ഭാരവാഹികൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. യെസ്, എ ഗ്രൂപ്പാണ് ഈ നീക്കം നടത്തുന്നത്. അവർ നീക്കത്തിന് പ്രധാനമായും കാരണം വെക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും ഒരു ന്യൂനപക്ഷ മുഖം വരുന്നത്, അത് ജാതിമത സമവാക്യത്തിൽ മാറ്റമുണ്ടാവും. അത് കോൺഗ്രസ് എല്ലാ കാലവും അത് പാലിച്ചാണ്. അതുകൊണ്ട് ഒരു ഹിന്ദു മുഖം വരട്ടെ എന്നതാണ് അഭിജിത്തിൻ്റെ പേരിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നതിന് കാരണം. പക്ഷേ അതിനപ്പുറം മറ്റ് വെല്ലുവിളികളും അതിന് മുന്നിലുണ്ട്. മറ്റ് ഗ്രൂപ്പ് സമവാക്യങ്ങളും മറ്റ് താല്പര്യങ്ങളും ഒക്കെ അവിടെ പ്രതിഫലിക്കുകയും ചെയ്യും. എന്തായാലും ഈ തിരക്കിനിടയിലും ഈ വെല്ലുവിളിക്കിടയിലും എ ഗ്രൂപ്പ് പുതിയൊരു നീക്കം നടത്തുന്നു. അവരുടെ ലക്ഷ്യം യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ അധ്യക്ഷസ്ഥാനമാണ്. ആ അധ്യക്ഷസ്ഥാനത്തേക്ക് കെ.എം. അഭിജിത്ത് എന്ന പേരാണ് അവർ പരിഗണിക്കുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസിന് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ താല്പര്യപ്രകാരമല്ല രാഹുൽ മാങ്കൂട്ടം വന്നത് എന്ന ആക്ഷേപം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ കൂടിയായി അറിയപ്പെട്ടിരുന്ന കെ.എം. അഭിജിത്തിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ എ ഗ്രൂപ്പിൻ്റെ